The Archetypes of Literature, paragraph number 19. സോ നമ്മളിപ്പം ആർക്കിടൈപ്സിലേക്ക് പോയിക്കൊണ്ട് അതായത് ഈ ഒരു സെൻറ്റേഴ്സിന് അല്ലെങ്കിൽ അതുവരെയുമുള്ള കുറേ ഹൈ ആർട്ട്, പോപ്പുലർ ആർട്ട് എന്നുള്ള കാര്യങ്ങൾ പിന്നീടാണ് വരുന്നതെങ്കിലും ഇതിൻ്റെ ഈ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ആർക്കിടൈപ്സിലേക്ക് തിരിച്ചു പോകുന്നതിലൂടെ അതിൻ്റെ ഒരു പ്രിമിറ്റീവ് കൾച്ചേഴ്സിൽ പോലും അതിൻ്റെ ഇൻഫ്ലുവൻസ് എത്രയായിരുന്നു, അല്ലെങ്കിൽ അത് ഒരിക്കലും അത് വെറും ഒരു ക്ലാസിക് അല്ലെങ്കിൽ കാനണൈസ്ഡ് വർക്ക്സിൽ മാത്രമല്ല, അതിനൊരുപാട് അതിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന പ്രിമിറ്റീവ് ആൻഡ് പ്രീ ലിറ്റററി കാറ്റഗറീസ് കൾച്ചേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെയാണ് അത് കഴിഞ്ഞിട്ട് 19th പാരഗ്രാഫ് വരുന്നത്. ദിസ് ഇൻഡക്റ്റീവ് മൂവ്മെൻറ്റ് ടുവേർഡ്സ് ദ ആർക്കിടൈപ്പ് ഈസ് എ പ്രോസസ് ഓഫ് ബാക്കിംഗ് അപ്പ്. ഇതൊരു തരത്തിൽ പിന്നോട്ട് പോയിട്ട് കൊണ്ട് തന്നെ, അതായത് ഒരു തിരിച്ചു പോയി അതിൽ നിന്ന് പിന്നീട് ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ്. ആസ് ഇറ്റ് വെയർ ഫ്രം സ്ട്രക്ചറൽ അനാലിസിസ് ആസ് വി ബാക്കപ്പ് ഫ്രം എ പെയിൻറ്റിങ് ഇഫ് വി വോണ്ട് ടു സീ കോമ്പോസിഷൻ ഇൻസ്റ്റെഡ് ഓഫ് ബ്രഷ് വർക്ക്. അപ്പം ഒരു പെയിൻറ്റിങ് ആഫ്റ്റർ, നമ്മൾ അതിന് മുന്നെയാണ് ഈ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കളർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് കോമ്പോസിഷൻസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആ പെയിൻറ്റിങ് ക്യാൻവാസിൽ കാണുന്നതിനേക്കാളും ഓൾറെഡി ഒരുപാട് അതിന് മിക്സിങ്ങും ആ കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ ഉള്ളിലൊരു നമുക്കറിഞ്ഞറിയാം പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം ബാക്കിയുള്ള എല്ലാം അതിൻ്റെ മിക്സിങ്സ് മാത്രമാണ്, അല്ലാണ്ട് ആസ് സച്ച് എക്സിസ്റ്റ് ചെയ്യുന്ന പ്രൈമറി കളേഴ്സാണെന്ന് നമുക്കറിയാം. അതുപോലെയാണ് അവിടെ ഒരു ബ്രഷ് വർക്കിനേക്കാളും നമുക്ക് വേണ്ടത് അതിൻ്റെ കോമ്പോസിഷനിലേക്കാണ്. വിൽ ഹാവ് ടു ഗോ ബാക്ക്, right? So in the foreground of the grave digger scene in Hamlet, for instance, is an intricate verbal texture ranging from the puns of the first clown to the dance macabre of the Yorick soliloquy, which we study in the printed text. One step back and we are in the Wilson Knight and Surgeon group of critics listening to the steady rain of images of corruption and decay. Here too, as the scene of the place of this scene in the whole play begins to dawn on us, we are in the network of psychological relationships which were the main interest of Bradley. ഇതിൽ ഈ പാരഗ്രാഫിൽ ഒരുപാട് മറ്റു വർക്ക്സിൻ്റെ റെഫറൻസ് ഒക്കെ വെച്ചുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ഇപ്പം പറഞ്ഞ ഒരു sentence, here too as the sense of the place of the scene, the whole play begins to dawn on us, we are in the network of psychological relationships which were the main interest of Bradley. So after all we say we are forgetting the genre. Hamlet is a play and an Elizabethan play, so we take another step back into the stall and show group and see the scene conventionally as part of its dramatic context. അപ്പോൾ ഇതിൽ അതായത് ഒരു നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ആന്ത്രപ്പോളജി, ഹിസ്റ്ററി ആന്ത്രപ്പോളജി, ലിറ്റററി ആന്ത്രപ്പോളജി എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് ഒന്ന് കണക്ട് ചെയ്തെടുക്കുക, ദാറ്റ്സ് ഓൾ. പിന്നെ one step more and we can begin to glimpse the archetype of the scene as the hero's bestowed and first univocal declaration of his love, his struggle with the Laertes and the stealing of his own fate, and the sudden sobering of his mood that marks the transition to the final stage, all take shape around a leap into and return from the grave that has so weirdly yawned open on the stage. അപ്പോൾ ഇവിടെ ഹാംലെറ്റിലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസാണ് പറയുന്നത്. പക്ഷേ ഇതിലൊരു സൈക്കോളജിക്കൽ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് എലിസബത്തൻ പ്ലേ, ഹാംലെറ്റ് ഇസ് എ പ്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹാംലെറ്റിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില ബിഹേവിയർ, അതായത് ഡിക്ലറേഷൻ ഓഫ് ഹിസ് ലവ്, പിന്നെ ഈ ഗ്രേവ് ഡിഗർ സീനൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻസ് പറയുന്നത്. ദാറ്റ് ആസ് ദ പാരഗ്രാഫ് ആസ് സച്ച് ഡസൻ ഹാവ് മച്ച് ടു ഡു വിത്ത് ആർക്കിടൈപ്പിൻ്റെ കോൺസെപ്റ്റ് ഒന്നും ഇതിൽ നമുക്ക് വരുന്നില്ല. പക്ഷേ ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന നെക്സ്റ്റിലൊക്കെ നമ്മൾ ലേറ്റർ ഫർദർ ഡിസ്കഷൻസ് കാണും. സോ ദാറ്റ്സ് ഓൾ വിത്ത് പാരഗ്രാഫ് നമ്പർ 19. താങ്ക് യു. ദി ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ, പാരഗ്രാഫ് നമ്പർ 20. സോ നമ്മൾ ഹാംലെറ്റ് പോലുള്ള ചില റൈറ്റിങ്സ്, ചില ക്രിയേറ്റീവ് റൈറ്റിങ്സിലുള്ള ആർക്കിടൈപ്പൽ
ഇമേജറിയും കാര്യങ്ങളെല്ലാം ഈ 19th പാരഗ്രാഫിൽ പറഞ്ഞത്. നൗ അറ്റ് each stage of understanding this scene we are dependent on a certain kind of scholarly organization. So gravedigger സീനിലാണ് പറയുന്നത്. We need first an editor to clean up the text for us, then the rhetorician and philologist, then the literary psychologist. We cannot study the genre without the help of the literary social historian, the literary philosopher, and the student of the history of ideas. So just for understanding one text, ചിലപ്പോൾ നമുക്ക് ഇത്രയും ഏരിയാസിലുള്ള സ്കോളർലി അഡ്വൈസസ് അല്ലെങ്കിൽ അത് സ്കോളർലി മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരും. നോട്ട് ജസ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഹാംലെറ്റ്. അതിൽ ഈ ഇപ്പം ഹാംലെറ്റ് എന്ന് പറയുന്ന ഒരു പ്ലേ നമുക്കറിയാം, അതിപ്പോൾ എത്രയോ സൈക്കോളജിക്കൽ എലമെൻറ്റ്സ് ഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ പല കാര്യങ്ങളിലും നമുക്ക് മറ്റുള്ള ഇപ്പം ഈ പറഞ്ഞത് നമ്മൾ സർഫസിൽ നമ്മൾ കാണുമ്പോൾ ചിലപ്പം മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഫിലോളജിസ്റ്റ്, വൈ റെട്ടറീഷ്യൻ, വൈ അങ്ങനെ. പക്ഷേ ഇതിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ റോള് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, ഹാംലെറ്റിന് ഇഡിപ്പൽ കോംപ്ലക്സ് ഡ്രോ ചെയ്യുമ്പോൾ എല്ലാം നമുക്കറിയാം ഇങ്ങനെയുള്ള കുറേ ഏരിയാസ്. അപ്പോൾ അതൊരു ഹിസ്റ്ററി ഓഫ് ഐഡിയാസ്, വി നീഡ് ദ സ്റ്റുഡൻറ്റ് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ഐഡിയാസ് ആസ് വെൽ. അപ്പം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാണ് എപ്പോഴും നമ്മൾ ക്രിറ്റിസം നമ്മൾ നേരെ പറഞ്ഞിട്ടുണ്ട്, പലതിൽ നിന്നും ഡ്രോ ചെയ്യാൻ പറ്റണം, പക്ഷേ അതിനൊരു മെത്തഡോളജി ഷുഡ് ബി ദർ. ദാറ്റ്സ് ദ വേ. The literary philosopher and student of the history of ideas. And for the archetype we need a literary anthropologist. Archetypesന് അതേപോലെ ആർക്കിടൈപ്സിന് വേണ്ടി നമ്മളെപ്പോഴും അപ്രോച്ച് ചെയ്യുക ലിറ്റററി ആന്ത്രപ്പോളജിസ്റ്റ്സ് ആയിരിക്കും. അതിൻ്റെ റീസൺ നമുക്കറിയാം, പ്രിമിറ്റീവ് കൾച്ചർ, പ്രിമിറ്റീവ് പ്രീ ലിറ്റററി കൾച്ചേഴ്സ്, ദ വേസ് ദേ ലിവ്ഡ്, അവർക്ക് ഇങ്ങനെയുള്ള ഫോംസ് ഓഫ് ആർക്കിടൈപ്പൽ ഫോംസിനോടുള്ള അട്രാക്ഷൻ. സോ ദിസ് ഇസ് അബൌട്ട് ദി literary anthropology. But now that we have got our central pattern of criticism established, all these interests are seen as converging on literary criticism instead of receding from it into psychology and history and the rest. പക്ഷെ എന്താണ്, നമുക്കിതെല്ലാം കൂടി കമ്പൈനഡ്ലി ഒരു സെൻട്രൽ പാറ്റേൺ നമുക്ക് കിട്ടി. അതിനെ നമ്മൾ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറഞ്ഞു. അതായത് ഡ്രോയിങ് ഫ്രം ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് സ്റ്റഡീസ്. പക്ഷെ അതിനൊന്നിനെ നമ്മൾ എന്ത് പറയില്ല, ലൈക്ക് സൈക്കോളജിക്കൽ സ്റ്റഡി ഓർ ഫിലോളജിക്കൽ സ്റ്റഡി ഇങ്ങനെ മാറ്റി നിർത്താതെ എല്ലാത്തിനെയും കൂടെ നമ്മൾ സെൻട്രൽ ഒരു പാറ്റേണിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുക. അപ്പം അങ്ങനെ അതിനും പല സെൻറ്റേഴ്സിൽ പല ലിറ്റററി സ്റ്റഡീസ് ഏരിയാസിൽ നിന്ന് ഡ്രോ ചെയ്യുമ്പോഴും നമുക്ക് ഇഫ് വി ക്യാൻ മെയിൻറ്റെയിൻ ദ കൈൻഡ് ഓഫ് പാറ്റേൺ ഓർ മെത്തഡോളജി ദെൻ ഇറ്റ് ക്യാൻ ബി എ ക്രിട്ടിക്കൽ സയൻറ്റിഫിക് മെത്തേഡും കൂടി അതിൽ അഷ്വർ ചെയ്യാൻ പറ്റും. So all these interests are seen as converging on literary criticism. Converging, it's not diverging, but coming into one particular point called literary criticism instead of receding from into psychology, history and the rest. അപ്പോൾ മറ്റുള്ളതിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോകുന്നതിന് പകരം ഇതെല്ലാം കൂടി എല്ലാത്തിൻ്റെയും സാധ്യതകൾ എടുത്തുകൊണ്ട് നമുക്ക് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച്. Okay, so in particular the literary anthropologist who chases the source of the Hamlet legend from the pre-Shakespeare play to Saxo, and from Saxo to nature myths is not running away from Shakespeare. He is drawing closer to the archetypal form which Shakespeare recreated. അപ്പം ഷേക്സ്പിയറിൽ നിന്ന് സാക്സോയിലേക്കും അതും അവിടുന്ന് നേച്ചർ മിത്സിലേക്കും എല്ലാം ഈ ഒരു ഹാംലെറ്റിൻ്റെ ലെജൻഡ് പഠിക്കുന്ന ഒരു ആന്ത്രപ്പോളജിസ്റ്റ്, ലിറ്റററി ആന്ത്രപ്പോളജിസ്റ്റ്, അയാൾ ഒരിക്കലും പോകുന്നത് ഹിസ് നോട്ട് റണ്ണിങ് അവേ ഫ്രം ഷേക്സ്പിയറിൽ നിന്ന് മാറി വേറെ അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഗ്രേവ്ഡിഗർ സീനും കാര്യങ്ങളും വേറെ എത്ര വർക്ക്സ് ഉണ്ടായാലും ആദ്യം നമ്മളെ മനസ്സിൽ വരെ ഷേക്സ്പിയർ ആയിരിക്കും. അപ്പോൾ ആ ഷേക്സ്പിയറിനെ കണക്ട് ചെയ്ത് വേറെ ഇപ്പോൾ പ്രീ ഷേക്സ്പീരിയൻ ടൈമിലേക്കായാലും പോസ്റ്റ് ഷേക്സ്പീരിയൻ ടൈമിലേക്ക് പോയാലും വി ആർ നോട്ട് ആക്ച്വലി റണ്ണിങ് അവേ ഫ്രം ഷേക്സ്പിയർ, ബട്ട് ഹിസ് ഡ്രോയിങ് ക്ലോസ് ടു ദ ആർക്കിടൈപ്പൽ ഫോം വിച്ച് ഷേക്സ്പിയർ റീക്രിയേറ്റഡ്. പക്ഷേ അതിന് മുന്നേ ഇത് എക്സിസ്റ്റഡ് ആയിരുന്നു. ആർക്കിടൈപ്സ് വാല്യൂഡും വാല്യബിളും ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പല വർക്ക്സിലും ഡിഫറെൻറ്റ് ടൈംസിൽ ആസ് യൂഷ്വൽ വി ടോക്ക് അബൌട്ട് ആർക്കിടൈപ്സ് ആസ് യൂഷ്വൽ ഡിഫറെൻറ്റ് ടൈംസ്, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് ലിറ്റററി ടൈപ്സ് ആൻഡ് ടൈംസ്. ആ സമയത്ത് ഇതെങ്ങനെ ഈ ആർക്കിടൈപ്സ് ഇതിന് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലേ, റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പലയിടത്തും യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ്. സോ എ മൈനർ റിസൾട്ട് ഓഫ് അവർ ന്യൂ പെർസ്പെക്റ്റീവ് ഈസ് ദാറ്റ് contradictions among critics and assertions that this and not that critical approach is the right one show a remarkable tendency to dissolve into
unreality. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരാൾ പറയുന്നു ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം മാത്രമാണ് നല്ലത്, അല്ലെങ്കിൽ ഒരാൾ പറയുന്നു ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം, മറ്റൊരാൾ പറയുന്നത് അത് ഫാലസി, അത് ഒരുപാട് എറേഴ്സ് ഉള്ളത്. അപ്പം ഇങ്ങനെയുള്ള അൺലൈക്ലി ആർഗ്യുമെൻറ്റ്സിന് അവിടെ സ്ഥാനം ഇല്ലാണ്ടാവുകയും everything is getting accepted provided that it has to make some sense. Let us now see what we can get from the deductive end. Deductive എന്ന് പറഞ്ഞാൽ ജനറൽ ടു പർട്ടിക്കുലർ. അപ്പോൾ ഈ ജനറലിനെല്ലാം കൂടി കൂട്ടി പർട്ടിക്കുലർ ഒരു ബ്രാഞ്ചിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഒരു മെത്തഡോളജിക്കൽ സയൻറ്റിഫിക് മോഡിൽ പോകുന്ന ഒരു ബ്രാഞ്ചിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെതായ പോസിറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്നാണ്. സോ നെക്സ്റ്റ് വിൽ ബി പാരഗ്രാഫ് നമ്പർ 21, and from there actually part 3 of the essay Archetypes of Literature starts. So this is with the paragraph number 20, which is the present one. The part 2 of the essay the Archetypes of Literature comes to an end. Thank you. The Archetypes of Literature, paragraph number 21. Actually this is the part 3. The part 3 of the essay starts with this paragraph, and in total the essay contains only 3 parts, so this can be told to be the final section, final part of the essay. So this is about 21, paragraph number 21. Some arts move in time like music, others are presented in space like painting. ഒരു ടൈമിൽ നമ്മൾ പറയുന്ന മ്യൂസിക്, അതായത് ഇത്ര സമയം കഴിയുന്ന, ഇത്ര ഡ്യൂറേഷനുള്ള എന്നൊക്കെ പറയുന്നതാണ് മ്യൂസിക്. അത് ടെമ്പോറലിലാണ് അത് പറയുന്നത്. അതേഴ്സ് ആർ പ്രസൻറ്റഡ് ഇൻ സ്പേസ്. നമുക്കറിയാം പെയിൻറ്റിങ് ഒരു ക്യാൻവാസ്, ഒരു സ്പേസിലാണ് നമ്മൾ വരക്കുന്നത്. ഇൻ ബോത്ത് കേസസ് ദ ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ ഈസ് റിക്കറൻസ്. രണ്ടിലായാലും ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റിക്കറൻസ്, ഒരു റിക്കർ ചെയ്യുക, വീണ്ടും വീണ്ടും ആവർത്തനങ്ങൾ, അതാണ്. വിച്ച് ഈസ് കോൾഡ് റിഥം വെൻ ഇറ്റ് ഈസ് ടെമ്പറൽ ആൻഡ് പാറ്റേൺ വെൻ ഇറ്റ് ഈസ് സ്പേഷ്യൽ. അപ്പോൾ റിഥം എന്ന് പറയുന്നത് ടൈമിൽ പറയുമ്പോഴാണെങ്കിൽ അതിനെ റിഥം എന്ന് പറയും, താളാത്മകമായിട്ടുള്ള. പാറ്റേൺ എന്ന് പറയുമ്പോൾ അത് സ്പേസിലാവുമ്പോൾ നമ്മൾ അതിനോരോ പാറ്റേൺ, പെയിൻറ്റിങ് പാറ്റേൺ ഒക്കെ നമ്മൾ പാറ്റേൺ തന്നെയാണ്. ചിത്രങ്ങൾ എപ്പോഴും കണക്ട് ചെയ്യുന്ന വേർഡ് പാറ്റേൺ എന്നാണ്. അപ്പം അങ്ങനെ so thus we speak of the rhythm of music and the pattern of painting, but later to show off our sophistication we may begin to speak of the rhythm of painting and the pattern of music. ഇനി കുറേ കാലം കഴിയുമ്പോൾ നമ്മളതിനെ കോംപ്ലിക്കേഷൻസിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആർട്സ് തമ്മിലുള്ള ഈ ഡിസ്റ്റിങ്ഷനും പോലും ഇറേസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു പോസ്റ്റ് മോഡേൺ ടെൻഡൻസിയിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും, നേരെ തിരിച്ചും പറയും. അതായത് സ്പീക്ക് ഓഫ് ദ റിഥം ഓഫ് പെയിൻറ്റിങ് ആൻഡ് ദി പാറ്റേൺ ഓഫ് മ്യൂസിക്. അപ്പോൾ അത് ഇനിയുള്ള, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അതൊരു കോംപ്ലിക്കേഷൻ കാണിക്കാൻ വേണ്ടി, സോഫിസ്റ്റിക്കേഷൻ, നമ്മൾ ഈ പറയുന്ന അത് തമ്മിലുള്ള, ഇങ്ങനെ പല ആർട്ട് ഫോംസ് തമ്മിലുള്ള ഒരു അന്തരം, അല്ലെങ്കിൽ ആ ഡിസ്റ്റിങ്ഷനൊക്കെ മാറ്റി, അല്ലെങ്കിൽ റേസ് ചെയ്തു എന്ന് ബാരിയേഴ്സ് മാറ്റി, അതിന് വേണ്ടിയിട്ടുള്ളൊരു രീതിയാണിത്. ഇൻ അതർ വേർഡ്സ്, ഓൾ ആർട്സ് മേ ബി കൺസീവ്ഡ് ബോത്ത് ടെമ്പറലി ആൻഡ് സ്പേഷ്യലി. അതിൻ്റെ വേറൊരു രൂപത്തിൽ എങ്ങനെ പറയാം, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏത് ആർട്ടിനെയും ടെമ്പറലി, സ്പേസിലും ടൈമിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. The score of a musical composition may be studied all at once. A picture may be seen as the track of an intricate dance of the eye. So the score of a musical composition may be studied all at once. ഇപ്പം മ്യൂസിക്കൽ കോമ്പോസിഷനിലൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നവർക്ക് ഈ ഒരു കാര്യം എന്താ വെച്ചാൽ എങ്ങനെ അത് ഏത് രീതിയിൽ പഠിക്കാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. പിക്ചർ മേ ബി സീൻ ആസ് ദി ട്രാക്ക് ഓഫ് എൻ ഇൻട്രിക്കേറ്റ് ഡാൻസ് ഓഫ് ദി ഐ. ഇപ്പോൾ നമ്മൾ പിന്നെ മൂവിങ് പിക്ചേഴ്സ് പോലെ ഇങ്ങനെ ചെറിയ ചില ബുക്സൊക്കെ അങ്ങനെയുണ്ട്, നമ്മൾ ആ മൂവ് ചെയ്യുന്ന പോലെ കാണിക്കുന്ന, അതായത് രണ്ട് ഈ ലൈൻസ്, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസ് വെച്ചിട്ടൊക്കെ നമ്മൾ ഈ രീതിയിൽ പാറ്റേൺസ്, അല്ലെങ്കിൽ അതിൻ്റെ മോഷൻ ആ രീതിയിൽ കാണിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് പല ടെക്നിക്സാണ്, അതായത് ആ ഏരിയയിലുള്ള വളരെ പ്രൊഫഷണലി പറയത്തക്ക ഉള്ള ഒരു ടെക്നിക്സാണ് ഇതൊക്കെ. ഓക്കെ, ആൻഡ് ലിറ്ററേച്ചർ സീംസ് ടു ബി ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ മ്യൂസിക് ആൻഡ് പെയിൻറ്റിങ്. ഇനി ലിറ്ററേച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ടാണ് അതിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. വേർഡ്സ് ഫോം റിഥംസ് വിച്ച് അപ്രോച്ച് എ മ്യൂസിക്കൽ സീക്വൻസ് ഓഫ് സൗണ്ട്സ് അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ബൗണ്ടറീസ് and forms patterns which approach the hieroglyphic or pictorial image at the
അതർ. അപ്പോൾ അതാണ് അതിൽ ലിറ്ററേച്ചർ ആകുമ്പോൾ അതിന് റിഥമിക്കായിട്ടും അപ്രോച്ച്, അതായത് മ്യൂസിക്കൽ ക്വാളിറ്റീസ് അതിനെ അക്വയർ ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ പാറ്റേൺസ് ഫോളോ ചെയ്യുന്ന രീതിയും എടുക്കാം. അപ്പോൾ ലിറ്ററേച്ചറിനൊരു ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റസ് ആണ്, അല്ലെങ്കിൽ അതിന് രണ്ടും സാധ്യതകളും എടുക്കുക എന്നുള്ള രീതിയിലേക്കും പറയാം. ദ അറ്റംപ്റ്റ്സ് ടു ഗെറ്റ് ആസ് നിയർ ടു ദീസ് ബൗണ്ടറീസ് ആസ് പോസിബിൾ ഫോം ദ മെയിൻ ബോഡി ഓഫ് വാട്ട് ഈസ് കോൾഡ് എക്സ്പെരിമെൻ്റൽ റൈറ്റിംഗ്. എക്സ്പെരിമെൻ്റൽ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇതാണ്, ഇത് അറ്റംപ്റ്റ്സ് ടു ഗെറ്റ് നിയർ ടു ദീസ് ബൗണ്ടറീസ്, അത്രയും ഈ ബൗണ്ടറീസിൻ്റെ അടുക്കലെത്തുക, അല്ലെങ്കിൽ ഇങ്ങനെ ഈ രണ്ടിലും നിന്നുകൊണ്ട് പോവുക, അല്ലെങ്കിൽ ഏത് രീതിയും അഡോപ്റ്റ് ചെയ്യുക എന്നുള്ള രീതി എക്സ്പെരിമെൻ്റൽ റൈറ്റിംഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വി മേ കോൾ ദി റിഥം ഓഫ് ലിറ്ററേച്ചർ ദ നറേറ്റീവ് ആൻഡ് ദ പാറ്റേൺ. വി മേ കോൾ ദി റിഥം ഓഫ് ലിറ്ററേച്ചർ ദി നറേറ്റീവ്. നമുക്ക് നറേറ്റീവ് തന്നെ നമുക്കറിയാം, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് അതിനെ നറേറ്റീവ് എന്ന് പറയുമ്പോൾ പറയുക. അപ്പം നറേറ്റീവ് ആൻഡ് ദ പാറ്റേൺ ദ സൈമൾട്ടേനിയസ് മെൻ്റൽ ഗ്രാസ്പ് ഓഫ് ദി വെർബൽ സ്ട്രക്ചർ. ഇനി അതൊരു പാറ്റേൺ ആയിട്ട് അതിലെങ്ങനെയാണ് കാണുക, ഒരു സൈമൾട്ടേനിയസ് മെൻ്റൽ ഗ്രാസ്പ്. നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരു റിഥമിക് ആയിട്ടുള്ള ഒരു നറേഷൻ കേൾക്കുമ്പോൾ അതിലുള്ള പാറ്റേൺസിന് നമ്മൾ ഗ്രാസ്പ് ചെയ്തെടുക്കാനുള്ള ആ ഒരു, അതായത് വേർബൽ സ്ട്രക്ചർ, നമ്മൾ വേർബൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നറേറ്റീവാണ്, നറേഷനാണ്. അപ്പം അതിനെ നമ്മൾക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാനുള്ള ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഓർത്തെടുക്കുന്ന അതിനെയാണ് മെൻ്റൽ ഗ്രാസ്പിംഗ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ എന്ന് പറയും. ദ മീനിങ് ഓഫ് ഓർ സിഗ്നിഫിക്കൻസ്, ആ ഒരു വേർബൽ സ്ട്രക്ചർ, ദ മീനിങ് ഓർ സിഗ്നിഫിക്കൻസ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പാറ്റേൺ വൈസ് ഒക്കെയാണ്, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈസിലി ഓർമ്മിക്കാനുള്ള ടെക്നീക്സൊക്കെ പറയും. അപ്പം അത് നമ്മൾ ലിറ്ററേച്ചറിൽ അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ കോമൺലി നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഒരു ഇമേജ് അല്ലെങ്കിൽ ഇങ്ങനെ ഓർമ്മിച്ചെടുക്കുക, അതിലൊക്കെ ഒരു പാറ്റേൺ ഉണ്ട് എന്നാണ് പറയുന്നത്. We hear to listen to a narrative, but when we grasp a writer's total pattern, we see what he means. We hear or listen to a narrative, but when we grasp a writer's total pattern, എന്നാണ് നമ്മൾ ഒരു നറേറ്റീവ് ഇങ്ങനെ കേട്ട് പോവുകയാണ്, പക്ഷെ അവിടെ നമുക്കത് മുഴുവനും ഗ്രാസ്പ് ചെയ്യാൻ പറ്റി എന്ന് എപ്പോഴാണ് പറയുക, അത് നമുക്ക് അത് മുഴുവനും കാണാൻ പറ്റുന്നു. അതായത് വി സീ വാട്ട് ഹി മീൻസ്, അവരെഴുതിയതിൻ്റെ മുഴുവൻ ഉള്ളർത്ഥം കാണാൻ പറ്റുന്നിടത്താണ് നമ്മളതിനെ ആ ഒരു ടോട്ടൽ ആയിട്ടുള്ളൊരു ഗ്രാസ്പിംഗ് അവിടെ നടന്നു എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് പാരഗ്രാഫ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ആൻ ഇൻട്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ ക്രിറ്റിസിസത്തിലേക്ക് ഒരുപാട് എത്തിയിട്ടില്ല, പക്ഷേ ഒരു റീഡിങ് സ്ട്രാറ്റജീസ് പറഞ്ഞുകൊണ്ടിങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയാണ് ആ 21st പാരഗ്രാഫിൽ നമ്മൾ കാണുന്നത്. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദാറ്റ് പാരഗ്രാഫ്. താങ്ക് യു. The Archetypes of Literature, paragraph number 22. The criticism of literature is much more hampered by the representational fallacy than even the criticism of painting. അപ്പോൾ ഇവിടെ ഹാമ്പേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിവെൻറ്റഡ് ആവുക, സംതിങ് ചേഞ്ച്ഡ് ഫ്രം സംതിങ് എന്നുള്ളതാണ്. സോ ദ ക്രിറ്റിസിസം ഓഫ് ലിറ്ററേച്ചർ ഈസ് മച്ച് മോർ ഹാമ്പേർഡ് ബൈ ദി റെപ്രസെൻറ്റേഷണൽ ഫാലസി. ഇപ്പോൾ ഈ റെപ്രസെൻറ്റേഷണൽ ഫാലസി പലപ്പോഴും പെയിൻറ്റിങ്ങിൽ കാണും. അപ്പോൾ അതേപോലെ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ അതേപോലെ ഒരു ചാൻസ് criticism of literature വരാം. That is why we are apt to think of narrative as a sequential representation of events in an outside life and of meaning as a reflection of some external idea. That is why we are apt to think of narrative as a sequential representation of events. അതായത് നറേറ്റീവിന് ഒരു sequential representation ആയിട്ടും in an outside life and of meaning as a reflection of some external idea. ഇനി അതിൽ നിന്ന് വരുന്ന മീനിങ് ആണെങ്കിൽ എന്തോ സംതിങ് ഫ്രം ഔട്ട്സൈഡ് ഒരു എക്സ്റ്റേണൽ ഐഡിയ ആയിട്ടും കാണുന്ന ഒരു രീതി. അപ്പോൾ ഇവിടെ ഒരു ഫാലസീസിനെ പറ്റിയിട്ടാണ് പറയുന്നത് നമ്മൾ കണ്ടു. ഇതിൻ്റെ ഫോർമർ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു റൈറ്ററിൻ്റെ ടോട്ടൽ പാറ്റേൺ ആണ് അത് മുഴുവൻ. വി ഗ്രാസ്പ് എ റൈറ്റേഴ്സ് ടോട്ടൽ പാറ്റേൺ വി സീ വാട്ട് ഹി മീൻസ്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാനുള്ളൊരു ടെൻഡൻസിയിലാണ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ക്രിറ്റിസിസം, നമ്മുടെ അനാലിസിസ് ഒരു ഫാലസിയിലേക്ക് പോകുന്നത്. ഇപ്പം നോക്കാം, ഇവിടെ ഒരു properly used as critical terms, an author's narrative is his linear movement. His meaning is the integrity of his completed form. അതിൽ പിന്നെ ഒരു ഓഥറിൻ്റെ നറേറ്റീവ് എന്ന് പറഞ്ഞാൽ അയാളുടെ ലീനിയർ മൂവ്മെൻ്റ് ആണത്. അപ്പോൾ അത് നമുക്കെപ്പോഴും ക്രോണോളജിക്കലി ആവണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾ ചിന്തിക്കുന്ന അയാളുടെ ഇപ്പം നമ്മൾ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, അതായത് ആ പറയുന്ന വ്യക്തിയിലെ അയാൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് തിങ്ക് ചെയ്യുന്ന രീതി, അതിലുള്ള പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസുള്ള മൂവിങ്ങിന് പോസിബിലിറ്റി ഉള്ള തോട്ട്സൊക്കെയാണ് അതിലിങ്ങനെ മിക്സ് ചെയ്ത് വരുന്നത്.
ഹിസ് മീനിങ് ഈസ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ഹിസ് കംപ്ലീറ്റഡ് ഫോം. അതുകൊണ്ട് തന്നെ അയാളുടെ മീനിങ് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ഫോമിൻ്റെ ആസ് എ ഹോളാണ്. അല്ലാണ്ട് ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന എന്താണ് ഇൻസിഡൻസ്, നറേറ്റഡ് ഇൻസിഡൻസിന് തമ്മിൽ പിന്നെ വലിയ അടുപ്പങ്ങളൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ അത് തമ്മിൽ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ റിലേഷൻ ഇല്ല, അതുകൊണ്ട് ഇതെന്താണ് സംതിങ് ഇൻവാലിഡ് എന്ന് പറയാൻ നമുക്ക് റൈറ്റ് ഇല്ല. അപ്പം സിമിലർലി an image is not merely a verbal replica of an external object but any unit of a verbal structure seen as part of a total pattern or rhythm. അപ്പോൾ അതുപോലെ തന്നെയാണ് സിമിലർലി an image is not merely a verbal replica of an external object. ഒരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വെദർ ഇൻ ലിറ്ററേച്ചർ എവിടെയായാലും അതിന് ഒരിക്കലും ഒരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റിൻ്റെ വെറും ഒരു വെർബൽ റെപ്ലിക്ക അല്ല. പിന്നെന്താണ് ബട്ട് എനി യൂണിറ്റ് ഓഫ് എ വെർബൽ സ്ട്രക്ചർ സീൻ ആസ് പാർട്ട് ഓഫ് എ ടോട്ടൽ പാറ്റേൺ ഓർ റിഥം. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഇമേജ് നമ്മളിപ്പോൾ ഒരു വർക്കിൽ, ഒരു ബുക്കിൽ, ഒരു റൈറ്റിങ്ങിൽ നമ്മളത് കാണുമ്പോൾ ഒരു വലിയ ടോട്ടൽ പാറ്റേണോ റിഥത്തിൻ്റെയോ ഒരു ചെറിയ യൂണിറ്റ് മാത്രമാണത്. അപ്പം അതിന് പക്ഷേ ആ വർക്കിൽ വലിയ ഒരു അതുകൊണ്ടാണ് നമ്മളിപ്പം സംടൈംസ് നമ്മൾ മോട്ടിഫ് എന്താണ് ഇന്ന് റൈറ്റിങ്ങിൻ്റെ മോട്ടിഫ്, തീം എന്നൊക്കെ നമ്മൾ പറയാനുള്ള കാരണം അത് റിക്കറിങ് ആണ്, അല്ലെങ്കിൽ അതിൽ അത്രയും ഇമ്പോർട്ടൻസ് അതിലുണ്ടാവും. അപ്പോൾ അതിന് ഒറ്റൊരു പോയിന്റില്ല, ആ വർക്കിനെ മുഴുവനും അതെങ്ങനെ ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെ വേണം നമ്മളത് കാണാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈ പാർട്ട് ഓഫ് ടോട്ടൽ പാറ്റേൺ ഓർ റിഥം എന്ന് പറയുന്നത്. ഈവൻ ദ ലെറ്റേഴ്സ് an author spells his words with the form part of his imagery. See, even the letters an author spells his words with the form part of his imagery, though only in special cases such as alliteration would they call for critical notice. ശരിക്കും ഒരു റൈറ്റർ എസ്പെഷ്യലി പോയട്രിയിലൊക്കെയും കമ്പോസ് ചെയ്യുന്ന ആൾ ചില ഇടങ്ങളിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, അലിറ്ററേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഡിവൈസസോ അല്ലെങ്കിൽ സ്പെഷ്യൽ മോഡ് ഓഫ് ഈവൻ നമുക്ക് ടൈപ്പോഗ്രഫിക്കലി ടൈപ്പിങ്ങിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഫോം കൊണ്ട് തന്നെ ഒരുപാട് റവല്യൂഷൻസ് നമുക്കറിയാം, വോളസ്റ്റിവൻസി. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിൽ ചെയ്യുന്നുണ്ട്. കമ്മിങ്സിൻ്റെ ഒക്കെ നമുക്കറിയാം, ഇ കമ്മിങ്സ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ആ പാറ്റേൺ, ആ റൈറ്റിങ് പോലും അതിലൂടെ പോലും ഒരു പാറ്റേൺ ഒരു സെൻസ് കൊണ്ടുവരാൻ അവർ. അപ്പോൾ അതുകൊണ്ടാണ് ദേ ഇൻവൈറ്റ് ദറ്റ് ക്രിട്ടിക്കൽ നോട്ടീസ് ഈവൺ ഇൻ ദാറ്റ് റിഗാർഡ്. അവരതിൽ ചിലപ്പോൾ ലിറ്ററേഷൻ ആയിരിക്കും, ചിലപ്പോൾ അവരുടെ അൺലൈക്ലി ക്യാപിറ്റലൈസിങ് ആ രീതിയിലായിരിക്കും. അപ്പം ഇങ്ങനെ ഒരുപാട് നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെയും ക്രിട്ടിക്കൽ അറ്റൻഷൻ ഡിസേർവ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരത് ആഗ്രഹിക്കുന്ന, ആ റൈറ്റേഴ്സ് അത് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അതിന് ആ രീതിയിലും അവരുടെ വർക്ക്സ് ക്രിട്ടിക്കലി വായിക്കപ്പെടാം എന്നുള്ള രീതിയിൽ. നറേറ്റീവ് ആൻഡ് മീനിങ് ദസ് ബിക്കം റെസ്പെക്റ്റീവ്ലി, ടു ബോറോ മ്യൂസിക്കൽ ടേംസ്, ദ മെലഡിക് ആൻഡ് ഹാർമോണിക് കോണ്ടെക്സ്റ്റ് ഓഫ് ദി ഇമേജറി. ഇപ്പോൾ മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ പിന്നെ മെലഡിയും ഹാർമണിയും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നറേറ്റീവ് ആൻഡ് മീനിങ് ദസ് ബിക്കം റെസ്പെക്റ്റീവ്ലി. നറേറ്റീവ് ഇൻ നറേറ്റീവ് അത് മ്യൂസിക്കിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറയാം, അത് മെലഡി പോലെയും അതുപോലെ മീനിങ് എന്നുള്ളത് ഹാർമണി പോലെയും ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് വായിക്കാൻ പറ്റണം. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഇൻട്രിക്കേറ്റ്ലി കണക്റ്റഡ് ആണ് എന്ന് ഓർമ്മിക്കുക. സോ ദാറ്റ്സ് ഓൾ വിത്ത് പാരഗ്രാഫ് നമ്പർ 22 ഓഫ് the Archetypes of Literature. Thank you. Archetypes of Literature, paragraph number 23. Actually, this is one of the important paragraphs. വളരെ ലോജിക്കലി നമ്മൾ ആർക്കിടൈപ്സിൻ്റെ റിയൽ ഫീച്ചറിലേക്ക്, സിഗ്നിഫിക്കൻസിലേക്ക് വരുന്ന ഒരു പാരഗ്രാഫാണിത്. ഓക്കെ, സോ പാർട്ട് 3 ആക്ച്വലി ഒരു റിയൽ അതിൻ്റെ ഡിസ്കഷൻ വരുന്നത് ഇവിടെ നിന്നാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. So rhythm or recurrent movement is deeply founded on the natural cycle and everything in nature that we think of as having some analogy with the works of art, like the flower or the bird's song, grows out of a profound synchronization between an organism and the rhythms of its environment, especially that of the solar year. ഇവിടെ ഒരു റിഥം അല്ലെങ്കിൽ റിക്കറൻറ്റ് മൂവ്മെൻറ്റ് ഇതൊക്കെയും എന്ത് ചെയ്യുവാണ്, നാച്ചുറൽ സൈക്കിളുമായിട്ട് ഒരുപാട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. അതായത് എവ്രിതിങ് ഇൻ നേച്ചർ ദാറ്റ് വി തിങ്ക് ഓഫ് ആസ് ഹാവിങ് സം അനലോഗി വിത്ത് വർക്ക്സ് ഓഫ് ആർട്ട്. വർക്ക്സ് ഓഫ് ആർട്ടും
നേച്ചറിലെ പല പാറ്റേൺസും തമ്മിൽ ഓൾറെഡി തന്നെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില ഫ്ലവേഴ്സ് അതിൻ്റെ പാറ്റേണൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ആർട്ടിൽ മാത്രമല്ല, ഈവൻ പിന്നെ മാത്തമാറ്റിക്സിന് പോലും അത് അത്രയും അതിൻ്റെ പാറ്റേൺ എന്നൊക്കെ പറഞ്ഞാൽ ചിലത് വളരെ പെർഫെക്റ്റ്ലി സെറ്റാണ്. അപ്പോൾ അതുപോലെയാണ് ഇവിടെ പറയുന്നത് ഒരു അനലോഗി. അത് രണ്ടും തമ്മിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നേച്ചറിലുള്ള കാര്യങ്ങളും വർക്ക് ഓഫ് ആർട്ടും തമ്മിൽ. അപ്പോൾ അതുപോലെ ലൈക്ക് ദ ഫ്ലവർ ഓർ ദ ബേർഡ് സോങ്, ഫ്ലവേഴ്സിൽ തന്നെയാണ് ഏറ്റവും ഈ ഒരു പാറ്റേൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ പെറ്റൽസിൻ്റെ ആ ഒരു പിന്നെ അടുക്കൽ വരുന്നതും. അതുപോലെ ബേർഡ്സ് സോങ് പിന്നെ ഗ്രോസ് ഔട്ട് ഓഫ് ദ പ്രൊഫൗണ്ട് സിൻക്രണൈസേഷൻ ബിറ്റ്വീൻ എൻ ഓർഗാനിസം ആൻഡ് ദ റിഥംസ് ഓഫ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. അപ്പം ഇത് ഈ പറയുന്ന ഓർഗാനിസംസ്, ഇപ്പം അത് വെദർ ഇറ്റ് ഇസ് ലൈക്ക് ഫ്ലവേഴ്സൊക്കെ ആണെങ്കിലും ബേർഡ്സൊക്കെ ആണെങ്കിലും അതിൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് അതിനൊരു സിൻക്രോണൈസേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. എസ്പെഷ്യലി ദാറ്റ് ഓഫ് ദി സോളാർ ഇയർ. ചില കാലഘട്ടങ്ങളിൽ, അതായത് സീസണൽ ആയിട്ടുള്ള പ്ലാന്റ് ഗ്രോത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലവറിങ് അല്ലെങ്കിൽ ചില പിന്നെ ഓർഗാനിസംസിൻ്റെ തന്നെയും അവരുടെ ഓരോ ടൈംസ് ഓഫ് ഈവൻ ഒരു ലൈഫ് സൈക്കിളിൽ വരുന്ന ലൈഫ് പ്രോസസ്സിൽ വരുന്ന ചേഞ്ചസ്, ഇതൊക്കെയും ഈ പറയുന്ന സീസണൽ അല്ലെങ്കിൽ സോളാർ സൈക്കിളും ഒക്കെ സോളാർ ഇയറും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പറയുന്ന ഒരു രീതിയുണ്ട്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് എഗെയിൻ ഈ നാഷണൽ ബൗണ്ടറീസൊക്കെ അതൊന്നും നോക്കാതെ തന്നെയാണ് ഈ രീതിയിൽ നമ്മൾ പറയുന്നത്. അപ്പം അതുപോലെ വിത്ത് ആനിമൽസ് some expressions of synchronization like the mating dances of birds could almost be called rituals. ഇപ്പോൾ ആനിമൽസ്, ഇപ്പോൾ നമുക്കൊരു പീകോക്കിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു മേറ്റിംഗ് ഡാൻസസ് ഓഫ് ബേർഡ്സ്. അത് മെയിൽ പീകോക്കാണ് ആ ഒരു ഡാൻസിങ്. അപ്പോൾ അത് സംതിങ് ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് ഇറ്റ്സ് മേറ്റിംഗ്. ഓക്കെ, അപ്പോൾ അതുപോലെ അതുപോലെ ഡാൻസസ് ഓഫ് ബേർഡ്സ് കുഡ് ഓൾമോസ്റ്റ് ബി കോൾഡ് റിച്വൽസ്. ആ ഒരു ബേർഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബീയിങ്ങിൻ്റെ ആനിമലിൻ്റെ അല്ലെങ്കിൽ ബേർഡിൻ്റെ കാര്യത്തിൽ അത് അതിൻ്റെതായ ഒരു റിച്വലായിട്ട് തന്നെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിനെ പോലെ ഹ്യൂമൻ ബീയിങ്സ് ഡാൻസും താളവും ഒക്കെയാണ് അവരുടെ കാര്യത്തിൽ വരുന്നത്. Rituals. Then, but in human life, a ritual seems to be something of a voluntary effort. അതേസമയം ഒരു ഹ്യൂമൻ ലൈഫിൽ ഒരു റിച്വൽ എന്ന് പറയുന്നത് വളണ്ടറി എഫേർട്ടാണ്, നമ്മളായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു റിച്വൽസോ അല്ലെങ്കിൽ നമ്മൾ റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടൊരു റിച്വലോ അങ്ങനെ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഹ്യൂമൻ ബീയിങ്സിൽ ഇതൊരു റിച്വൽ എന്ന് പറയുന്നത് സീംസ് ടു ബി സംതിങ് ഓഫ് എ വളണ്ടറി എഫേർട്ട്, നമ്മളായിട്ട് എടുക്കുന്ന ഒരു എഫേർട്ടാണ്. അതായത് ഒരു ബേർഡിൽ ഇപ്പം അതിൻ്റെ ഒരു മെയ്റ്റ് ഡാൻസിങ് അതൊന്നിൽ നമുക്ക് വളരെ അത് പിന്നെന്താ പറയുക, ഇറ്റ് കംസ് ഇൻ ദാറ്റ് വേ. ബട്ട് ഒരു ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിൽ അതിന് പല തലങ്ങളുണ്ട്. അതായത് ഒരു റിച്വലിൻ്റെ പാർട്ടായിട്ട് നിങ്ങളൊരു ഡാൻസിൽ ഏർപ്പെടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കൾച്ചറലായിട്ടുള്ള ഫെസ്റ്റുകൾ കണ്ടക്ട് ഇങ്ങനെ അതിൻ്റെതായ മറ്റു തലങ്ങളുണ്ട്. അതൊരു വളണ്ടറിയാണ്, നമ്മളായിട്ട് വി ചൂസ് ഫോർ ദാറ്റ്. hence the magical element in it. Okay, to recapture a lost rapport with the natural cycle. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ ഒരു മലയാളി കേരളൈറ്റ് കോണ്ടെക്സ്റ്റിൽ അത് പറയാനും പറ്റും. കാരണം നമുക്ക് അങ്ങനെയുള്ള ആഘോഷങ്ങളുണ്ട്. നമ്മൾ നേച്ചറിൽ നിന്ന് മാറി അർബനൈസേഷനിലേക്ക് വരുമ്പോഴൊക്കെയും സ്റ്റിൽ ടു ഹാവ് സം കണക്ഷൻ വിത്ത് നേച്ചർ വി ഫൈൻഡ് ഔട്ട് സംതിങ്. അപ്പം ആ രീതിയിലാണ് ശരിക്കും ഈ പറയുന്ന ഫെസ്റ്റീവ്സിനെ നമ്മൾ കാണുന്നത്. ഓണം എന്ന് പറയുന്ന ഒരു റിച്വലിൻ്റെ ഭാഗമായിട്ട് ആലോചിച്ച് നോക്കുക. അതിൽ വരുന്ന പിന്നെ അത് ആഘോഷിക്കാൻ വേണ്ടി എടുക്കുന്ന തയ്യാറെടുപ്പുകൾ അല്ലെ അതിൻ്റെ പാർട്ടായിട്ട് നിൽക്കുന്ന ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മിത്തുകൾ, ഐതിഹ്യങ്ങളൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതൊക്കെ വളരെയധികം നേച്ചറിലേക്ക് നമ്മളെ ബ്രിങ്ങിങ് ബാക്ക് ടു എന്ന് പറയുന്ന രീതിയിലുള്ളതാണ്. ഈ നാച്ചുറൽ സൈക്കിളിനോട് ചേർന്ന് നിൽക്കുക, അതിനു വേണ്ടി മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള ഒരു ടെൻഡൻസിയാണ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിച്ച് ആ രീതിയിൽ അതിനെ റിട്ടൈൻ ചെയ്യുക, നേച്ചറുമായിട്ടുള്ള റാപ്പോ റിട്ടൈൻ ചെയ്യുക എന്നുള്ളത്. സി എ ഫാർമർ മസ്റ്റ് ഹാർവെസ്റ്റ് ഹിസ് ക്രോപ്പ് അറ്റ് എ സർട്ടൈൻ ടൈം ഓഫ് ഇയർ, ബട്ട് ബിക്കോസ് ദിസ് ഈസ് ഇൻവോളണ്ടറി ഹാർവെസ്റ്റിംഗ് ഇറ്റ്സെൽഫ് ഈസ് നോട്ട് പ്രിസൈസ്ലി എ റിച്വൽ. അപ്പോൾ ഇനി ഈ ഒരു ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് അവർ നടുന്ന ക്രോപ്പ് അതെപ്പോഴാണോ പാകമാകുന്നത് ആ സമയത്താണ് അവരത് ഹാർവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലൊരിക്കലും നമ്മളുടേതായുള്ള ഒരു സംതിങ് കമ്പൽസറി ബട്ട് വളണ്ടറി അല്ല, അതുകൊണ്ട് അത് ഇൻവോളണ്ടറി ആണ്. വി ഹാവ് ടു ഡൂ ദാറ്റ്.
അതുകൊണ്ടാണ്. അല്ലാണ്ട് ഇപ്പം എനിക്ക് ഈ സമയത്തല്ല ഹാർവെസ്റ്റിന് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നാൽ ക്രോപ്പ് വിൽ ബി യു വിൽ ബി എ ലോസർ. അപ്പം അതുകൊണ്ട് അതിന് ഇൻവോളണ്ടറി നേച്ചറാണ്. അത് നമ്മൾ പോയി ചെയ്തേ പറ്റൂ, അപ്പോൾ ഹാർവെസ്റ്റ് നടത്തിയേ പറ്റൂ. ഇറ്റ് ഈസ് ദ ഡെലിബറേറ്റ് എക്സ്പ്രഷൻ of a will to synchronize human and natural energies at that time which produces the harvest songs, harvest sacrifices, the harvest folk, customs that we call rituals. അപ്പോൾ ഇതാണ്. അതേസമയം അതിനെ ഒന്നുകൂടി ഒന്ന് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടി ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ എനർജീസിനെ ഒന്ന് സിങ്ക്രണൈസ് ചെയ്യാൻ സംടൈംസ് വി ഹാവ് ഹാർവസ്റ്റ് സോങ്സ്, കൊയ്ത്ത് പാട്ടുകൾ എന്ന് പറഞ്ഞു വരുന്നത് ഈ രീതിയിലാണ്. അപ്പം അങ്ങനെ എന്ത് ചെയ്യണം? ഹാർവസ്റ്റ് സാക്രിഫൈസസ് ആൻഡ് ഹാർവസ്റ്റ് ഫോക്ക് കസ്റ്റംസ് ദാറ്റ് വി കോൾ റിച്വൽസ്. ഇനി അങ്ങനെ അതുകൊണ്ടാണ് ആ ഹാർവസ്റ്റ് ഫോക്സിനെയും ഹാർവസ്റ്റ് സീസണിനെയും ഒക്കെയും നിലനിർത്തിക്കൊണ്ടല്ലേ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ഹാർവസ്റ്റ് സോങ്സും അതിനെ നമ്മൾ ആ രീതിയിൽ അതിനൊരു റിച്വലായിട്ട് കാണുന്നത്. ഇൻ റിച്വൽ ദെൻ വി മേ ഫൈൻഡ് ദ ഒറിജിൻ ഓഫ് നറേറ്റീവ്, എ റിച്വൽ ബീയിങ് a temporal sequence of acts in which the conscious meaning or significance is latent. ആണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നറേറ്റീവിൻ്റെ ഒറിജിൻ കൂടിയാണ് ഈ പറയുന്ന റിച്വൽസ്. നമ്മൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് എക്സാമ്പിൾ ഓണത്തിൻ്റെ കാര്യത്തിലെടുത്ത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൽ വരും. ഒരു നറേറ്റീവ് അതിലുണ്ട്. അതായത് ഒരു ബേസിക്കലി നമുക്ക് തന്നെ അറിയാം, അങ്ങനെ ഒരു കിങ് ഭരിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. വളരെ ഒരു കെട്ടുകഥ മാത്രമാണ്, ഫേബിൾ മാത്രമാണ്. പക്ഷെ നമ്മൾ വി ടെൻഡ് ടു ബിലീവ് ദാറ്റ്. അപ്പോൾ അതാണ് ആ നറേറ്റീവിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്. റിച്വൽ ബീയിങ് എ ടെമ്പറൽ സീക്വൻസ് ഓഫ് ആക്ട്സ്. ഇനി ഈ ഓണം എന്ന് പറയുന്നതിൽ അതിൻ്റെ 10 ദിവസങ്ങളുടെ ഡിഫറെൻറ്റ് പിന്നെ ഈ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് അതിനിപ്പോൾ ഒരു 1-ാം ഓണം 2-ാം ഓണം ഇങ്ങനെ പല രീതിയിലാണ് അതിൻ്റെ. ഒന്ന് ഹൈ ആയിട്ടുള്ള നമ്മുടെ പിന്നെന്താ പറയുക സമൃദ്ധിയെ കാണിക്കുന്നതാണ് ചിലത്, അതിന് ശേഷം വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത് അത്രയും വളരെ പ്ലാൻഡ് ആണല്ലേ, വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിലാണ് ആ ഒരു നറേറ്റീവിനെ ഫോം ചെയ്തിട്ടുള്ളത്. റിച്വൽ ബീയിങ് എ ടെമ്പറൽ സീക്വൻസ് ഓഫ് ആക്ട്സ്, അത് ടെമ്പറലാണ്, നമ്മൾക്ക് അറിയാതെ ടൈമിൽ ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന സീക്വൻസ് ഓഫ് ആക്ട്സ് ഇൻ വിച്ച് ദി കോൺഷ്യസ് മീനിങ് ഓർ സിഗ്നിഫിക്കൻസ് ഈസ് ലേറ്റൻറ്റ്. പക്ഷേ അതേസമയം നമുക്കറിയാം അതിലെ കോൺഷ്യസ് മീനിങ് അല്ലെങ്കിൽ ആ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇതിനിപ്പം എന്താ ഇതിലൊരു അർത്ഥമുള്ളത്, അങ്ങനെ ഒരു മഹാബലി വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും വളരെ ഹിഡൻ, അത് ചോദിക്കില്ല എന്നുള്ളിടത്താണ് ആ നാറേറ്റീവിൻ്റെ ഒരു ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്തും നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്തുകൊണ്ടാണത്? കാരണം നമ്മൾ ഇൻ വൺ വേ ഓർ അതർ എവ്രി വൺ വോണ്ട്സ് ടു go back to nature or to be at least connected with the nature. That rapport is to be maintained. We prefer that rapport to be intact. So it can be seen by an observer but is largely concealed from the participators themselves. ഇനി അത് നമുക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ വളരെ മാറി നിന്ന് ചിന്തിക്കുന്ന ഒരാൾക്കറിയാം വാട്ട് ദേ ആർ ഡൂയിങ്. ഈ പറയുന്ന ഒരാൾ പൂക്കളം കാണാൻ വരിക, മാവേലി എന്ന് പറഞ്ഞ ഒരാൾ, അല്ലെങ്കിൽ ഇങ്ങനെ പാതാളം. അത് നമ്മൾ ലോജിക്കലി വി സ്റ്റാർട്ട് തിങ്കിങ് ദർ ഇസ് നത്തിങ് കോൾഡ് ഓണം ഓർ എനിത്തിങ്. പിന്നെ അതിനുശേഷം അങ്ങനെയുള്ള ഒരു കേസ് ഇല്ല അവിടെ. പക്ഷെ ഇവിടെ എന്താണ്, എവ്രിവൺ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്സ് ഇറസ്പെക്റ്റീവ് ഈവൺ ഓഫ് റിലീജിയസ് ബൗണ്ടറീസ് ഓർ എനിത്തിങ്. റിലീജിയസ് ഡിഫറൻസസ് ഒന്നും അതിൽ മാറ്റർ ചെയ്യാറില്ല പലപ്പോഴും. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ടിസിപ്പേറ്റേഴ്സ് ഈ പറയുന്ന കാര്യങ്ങളിൽ കൺസീൽഡാണ്. അവരതിനെക്കുറിച്ച് ബോധേഡല്ല, അല്ലെങ്കിൽ ബോധേഡല്ലാത്ത രീതിയിൽ മനഃപൂർവ്വം നമ്മൾ ഈ വില്ലിങ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് പറയുന്നതിൻ്റെ വേറൊരു തലമാണത്. ആൻഡ് ദി പുൾ ഓഫ് റിച്വൽ ഈസ് ടുവാർഡ് പ്യുവർ നറേറ്റീവ് വിച്ച് ഇഫ് ദർ കുഡ് ബി സച്ച് എ തിങ് വുഡ് ബി ഓട്ടോമാറ്റിക് ആൻഡ് അൺകോൺഷ്യസ് റിപ്പിറ്റേഷൻ. ഇനി അതിൽ ആ പുൾ ഓഫ് റിച്വൽസ് ടുവേർഡ് പ്യുവർ നറേറ്റീവ്, അങ്ങനെ നോക്കുക വെച്ചാൽ അതൊരു പ്യുവർ നറേറ്റീവിലേക്ക് തന്നെയാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. വിച്ച് ഇഫ് ദർ കുഡ് ബി സച്ച് എ തിങ് വുഡ് ബി ഓട്ടോമാറ്റിക് ആൻഡ് അൺകോൺഷ്യസ് റിപ്പിറ്റേഷൻ. ഇനി അങ്ങനെ അതിൻ്റെ ഒരു അൺകോൺഷ്യസ് റിപ്പിറ്റേഷൻ ഇങ്ങനെ എല്ലാ വർഷമാരും ഇപ്പോൾ എത്രയോ മോഡേണൈസേഷൻ വന്നു, ഭയങ്കരമായിട്ടുള്ള ലോജിക്കൽ തിങ്കിങ്, റീസൺ, സയൻസ്, ഇതൊക്കെ ഇന്ന് ഏറ്റവും പീക്കിൽ നിൽക്കുകയാണ്. അന്ന് വിക്ടോറിയൻ ടൈമിലുള്ള പോലെ ഡിലേമ പോലും അല്ല. നമുക്കറിയാം ഒരുപാട് സയൻസിന് തന്നെ പ്രാമുഖ്യമുള്ള ഒരു സൊസൈറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു കൾച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്റ്റിൽ എവിടെയും അത് എന്താ പറയുക ആ രീതിയിലുള്ള, പക്ഷെ അങ്ങനെ ഒരു വലിയ തടസ്സങ്ങൾ ഈ റിച്വൽസിനെ ഫോളോ ചെയ്യുന്നതിനോ അല്ലെ ആ റീസണിൻ്റെ ബിഹാഫിലൊന്നും ആരും അതിനെ
എതിർക്കുന്നോ അതിൽ നിന്ന് ഫുള്ളി മാറി നിൽക്കുന്നോ ഇല്ല. ബിക്കോസ് ദിസ് ഇസ് ദ ഹ്യൂമൻ ടെൻഡൻസി, ഹ്യൂമൻ നേച്ചർ ടു സെലിബ്രേറ്റ് വിത്ത് നേച്ചർ. നറേറ്റീവിൻ്റെ ബേസിസിൽ ഒരു ഓട്ടോമാറ്റിക് അൺകോൺഷ്യസ് റിപ്പീറ്റേഷൻ ഇങ്ങനെ നടന്നു വരുന്നു എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ എല്ലാ വർഷവും തന്നെയും അല്ലെങ്കിൽ എത്രയോ കാലഘട്ടങ്ങളായിട്ട് ഈ ഒരു ആഘോഷം വരാനുള്ള റീസൺ. We should notice too the regular tendency of ritual to become encyclopedic. അവിടെയാണ് ഈ യൂണിവേഴ്സൽ ആസ്പെക്റ്റ് നമ്മൾ കാണേണ്ടത്. അതായത് കേരളത്തിൽ ഇതാണെങ്കിൽ വേറൊരു നാട്ടിൽ അവരുടേതായ രീതിയിൽ അവർ ഏതെങ്കിലും രീതിയിൽ ഈ രീതി ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഐതിഹ്യം, അല്ലെങ്കിൽ നമുക്കിപ്പം മറ്റ് സംസ്ഥാനങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ എന്തൊക്കെയാണ് അവരുടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായി ഏകദേശം ഇതൊക്കെയും ഇൻ വൺ വേ ഓർ അതർ സംതിങ് ഇൻ ട്യൂൺ വിത്ത് നേച്ചർ. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ടെൻഡൻസി ടു റിച്വൽ ടു ബിക്കം എൻസൈക്ലോപീഡിക്. ദ ടെൻഡൻസി ഓഫ് റിച്വൽ ടു ബിക്കം എൻസൈക്ലോപീഡിക്. എൻസൈക്ലോപീഡിക്, ദ ടേം വി നോ ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് വിത്ത് യൂണിവേഴ്സൽ ഒരു ടച്ച് കിട്ടുക എന്നുള്ളതാണ്. ഓൾ ദ ഇമ്പോർട്ടൻറ്റ് recurrences in nature, the day, the phases of the moon, the seasons and the solstices, S-O-L-S-T-I-C-E of the year, the crisis of existence from birth to death get rituals attached to them, and the most of the higher religions are equipped with a definitive total body of rituals, suggestive, if we may put it so, of the entire range of potentially significant actions in human life. ഇനി ഇതാണ് വേറൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യാം. കാരണം നമുക്കിത് വി സീ ദിസ്, വി ഹാവ് ദിസ്. ഇനി ഇപ്പം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ പല റിലീജിയൻ എടുത്തു കഴിഞ്ഞാലും ഒരു ഹ്യൂമൻ ലൈഫിന് റിലേറ്റഡ് ആയിട്ടുള്ള പല ആചാരങ്ങൾ ഒരേ സമയത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന പല റിലീജിയനിലും ഏകദേശം ഒരേ സിമിലിയർ മോഡൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം പേരിടൽ കർമ്മം മുതൽ അങ്ങനെ ഇപ്പം അത് ഓരോ റിലീജിയൻ ഓരോ പേരിലായിരിക്കും അത് അറിയാം. ഇപ്പം മാമോദിസ എന്ന് പറയും, പേരിടൽ എന്ന് പറയും, നൂലുകെട്ടൽ എന്ന് പറയും. അത് കഴിഞ്ഞിട്ടുള്ള മറ്റു പല ആചാരങ്ങൾ, ഈ റിച്വൽസ് ഒക്കെയും ഇങ്ങനെ ഇൻ വൺ വേ ഓർ അതർ വളരെ കൃത്യമായിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് ഓരോ റിലീജിയനും അത് അഷ്വർ ചെയ്യുന്നതാണ്. ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാലഘട്ടങ്ങൾ അത് ഡിപ്പെൻസ്. അത് ചിലപ്പോൾ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരുമായിരിക്കും, ജെൻഡർ വൈസ് ഡിഫറൻസസ് വരുമായിരിക്കും, അല്ലെങ്കിൽ റിലീജിയൻ വൈസ് ഡിഫറൻസ്. പക്ഷെ എവിടെയായാലും ഇങ്ങനെ ഏതെങ്കിലും ഒരു തലങ്ങളിൽ ഇപ്പം ഈവൺ ടിൽ ഡെത്ത്. അതുകൊണ്ടാണ് അതിൽ ഒരു കുഞ്ഞിൻ്റെ പിന്നെന്താണ് പേരുവിളി മുതൽ അതിൻ്റെ ശ്രാദ്ധം വരെ എന്നുള്ള രീതിയിൽ ഫിലിമിലൊരു ഡയലോഗുണ്ട്. അപ്പം അത് എല്ലാ തലങ്ങളും ടച്ച് ചെയ്യുന്ന രീതിയിൽ റിച്വൽസ് ഓരോ റിലീജനും അത് ഉറപ്പിക്കാൻ വേണ്ടി അത് വളരെ ഡെഫിനിറ്റീവ് നമ്പറെങ്കിലും ഈ രീതിയിലുണ്ട് എന്ന് പറയുന്ന റിച്വൽ സജസ്റ്റ് ഇഫ് വി മേ പുട്ട് ഇറ്റ് സോ ദ എൻറ്റയർ റേഞ്ച് ഓഫ് പൊട്ടൻഷ്യലി സിഗ്നിഫിക്കൻ്റ് ആക്ഷൻസ് ഇൻ ഹ്യൂമൻ ലൈഫ്. ശരിക്കും പറയാച്ചാൽ ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ പൊട്ടൻഷ്യൽസ് മുഴുവനും സിഗ്നിഫിക്കൻ്റ് ആക്കുന്ന രീതിയിൽ, അതായത് എങ്ങനെയും ആ രീതിയിൽ റിച്വൽസ് എന്ന് പറയുന്ന ഒരു ഗ്യാതറിങ് ആണ്. അപ്പോൾ ഒരു ഗ്യാതറിങ് പ്ലസ് നമ്മൾ എന്തെങ്കിലും ഒരു ബേസിസിൽ അതിൻ്റെ ഐതിഹ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നറേറ്റീവിൻ്റെ ബേസിസിലോ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു എന്ത് കിട്ടും. ലൈക്ക് ഇപ്പം ഒന്നും വേണ്ട, നമ്മളിപ്പം വിളവെടുക്കൽ, കൊയ്യൽ അങ്ങനെയുള്ള അത് ഒരു സൈഡിൽ, അല്ലാണ്ട് തന്നെയുള്ള ഇങ്ങനെ ഹ്യൂമൻ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള തന്നെ നമുക്ക് ഒരുപാട് റിച്വൽസ് കാണാൻ വേണ്ടി സാധിക്കും. സോ ദാറ്റ്സ് ഓൾ വിത്ത് പാരഗ്രാഫ് നമ്പർ 23. ഇതാണ് ഏറ്റവും പറയുന്നത്. ഇതാണ് ഈ ഹ്യൂമൻ ബീയിങ്സിന് നേച്ചറിനോട് എങ്ങനെയൊക്കെ റാപ്പോ വീണ്ടും ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യുക എന്നുള്ള അതിനുള്ളൊരു ടെൻഡൻസി, അറ്റ്ലീസ്റ്റ് ടു മെയിൻറ്റെയിൻ ദാറ്റ് റാപ്പോ ദേ ഹാവ് ദിസ് അറ്റംപ്റ്റ് ഓൺ ദെയർ പാർട്ട് വിത്ത് സർട്ടൻ റിച്വൽസ്. അത് എത്രമാത്രം ഇല്ലോജിക്കലായാൽ പോലും. നമ്മളിപ്പോൾ മഹാബലി എന്നുള്ളൊരു ക്യാരക്ടർ, അതിൻ്റെ ആ സങ്കല്പം അങ്ങ് തീർന്നാൽ പിന്നെ ഓണം എന്ന് പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ലോജിക്കലി ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സങ്കല്പമാണോ? അല്ല. സ്റ്റിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യുവാണത് നമ്മുടെ സേക്ക് ഓഫ് കൺവീനിയൻസിന് വേണ്ടി നമ്മളുടെ ആ ഒരു ടെൻഡൻസി കൊണ്ടാണ് നമ്മളതിനെ ആ രീതിയിൽ എടുത്തു പോകുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ listening to paragraph number 23 of the Archetypes of Literature.